എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. വലിയ ഒരു കാര്യം പറയാനൊന്നുമല്ല, ഒരു ചെറിയൊരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പണ്ട് കാലങ്ങളിൽ പഴയ ആളുകൾ പറഞ്ഞു വെച്ച ഒരു പഴയ പഴമൊഴിയുണ്ട്: വായിച്ച് വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയുമെന്ന്. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ വായനയ്ക്ക് അത്രയ്ക്കേറെ പ്രാധാന്യമുണ്ടായിരുന്നു എന്ന ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ്. ശരിക്കും ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ഒരു വലിയ ജീവിതാനുഭവത്തിൻ്റെ ഭാഗമായിരുന്നു ഈ വായനാശീലം എന്ന് പറയുന്നത്. എന്നാൽ വിവര സാങ്കേതിക വിദ്യകളൊക്കെ വളർന്ന് പന്തലിച്ചപ്പോൾ നമ്മുടെ ഈ വായനാശീലമൊക്കെ ഒരുപാട് കുറഞ്ഞു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ പുതിയ കുട്ടികളൊന്നും വായനയുടെ ഭാഗമാകുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. വായന പൂർണ്ണമായും ഇല്ലാതായി എന്നൊന്നും ഞാനീ പറഞ്ഞതിൽ അർത്ഥമില്ല. പക്ഷേ വലിയൊരു ശതമാനം കുറഞ്ഞു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ വായനാശീലത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ആ ഒരു കാര്യം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളൂ. കാരണം നമ്മൾ ഈ മൊബൈലിലും ടി വിയിലുമൊക്കെ വാർത്തകളായാലും മറ്റ് വിവരങ്ങളായാലും ഒക്കെ സ്വീകരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന അറിവിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വളർച്ചയേക്കാൾ കൂടുതൽ വായനയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ മൊബൈലിലാണെങ്കിലും ടി വിയിലാണെങ്കിലും ഒക്കെ നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ നമ്മളവിടെ ഒരു കേൾവിക്കാരനാകുന്നു. ഈ കേൾവിക്കാരനാകുമ്പോഴുള്ള പ്രശ്നം പലപ്പോഴും അത്രയധികം വൈകാരികമായിട്ടല്ല നമ്മളിത് ഉൾക്കൊള്ളുന്നത്. വൈകാരികത ഇല്ല എന്നല്ല, പക്ഷെ അത്രയധികം വൈകാരികത പലപ്പോഴും ഉണ്ടാവാറില്ല. എന്നാൽ ഒരു കാര്യം നമ്മൾ വായിച്ചെടുക്കുമ്പോൾ, വായിച്ചറിയുമ്പോൾ വളരെ വൈകാരികമായി ഓട്ടോമാറ്റിക്കലായിട്ട് സംഭവിക്കുന്നതാണ്. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ അത് സ്വാധീനിക്കപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെ ചിന്തകൾ കുറെ കൂടി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് വായിക്കുമ്പോഴാണ് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അപ്പോൾ ജീവിതത്തിൽ വായനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത് മാത്രവുമല്ല, നമ്മുടെ വ്യക്തിത്വത്തെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സംസാരശേഷിയും ഭാഷാ പ്രാവീണ്യത്തെയും ഒക്കെ സ്വാധീനിക്കുന്നതിൽ വായനയ്ക്ക് വലിയ പങ്കുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളെയൊക്കെ തീർച്ചയായിട്ടും ആ ഒരു മാനസികാവസ്ഥയിലേക്ക് വളർത്തിയെടുക്കേണ്ട വലിയ ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു ചെറിയ ലൈബ്രറി ഉണ്ടാവട്ടെ. ആ ലൈബ്രറിയിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ നോവലോ അല്ലെങ്കിൽ വലിയ പുസ്തകങ്ങളോ ഒന്നും നിങ്ങൾ കൂട്ടിച്ചേർക്കണമെന്നില്ല. നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നതെന്തും അവിടെ സൂക്ഷിച്ചു വെക്കാമെന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നിന്നുകൊണ്ടല്ല ശരിക്കും വായനാശീലത്തെ വളർത്തിയെടുക്കേണ്ടത്. കയ്യിൽ കിട്ടുന്നത് എന്തും നമുക്ക് വായിക്കാം. അതൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റിയെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മുന്നോട്ടുള്ള യാത്രയെ വളരെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. മാത്രവുമല്ല, നമുക്കൊക്കെ കുറച്ചുകൂടി ഏകാഗ്രതയോടുകൂടി ജീവിതത്തെ കൈകാര്യം ചെയ്യാൻ വായന നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മൾ ടി വിയിലും മൊബൈലിലുമൊക്കെ നമ്മൾ അറിവുകൾ നേടുമ്പോൾ ഉണ്ടാകുന്ന ഏകാഗ്രതയേക്കാൾ എത്രയോ കൂടുതലാണ് വായിക്കുമ്പോൾ സംഭവിക്കുന്നത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൻ്റെ വളരെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തു തന്നെ ആയിക്കഴിഞ്ഞാലും നമ്മളായാലും നമ്മുടെ മക്കളായാലും ഒക്കെ വായനാശീലമുള്ളവരായിട്ട് വളരേണ്ടതുണ്ട്. അത് നമ്മളെയൊക്കെ മികച്ച വ്യക്തിയാക്കുന്നുണ്ട്, നല്ല പോസിറ്റീവ് ചിന്താഗതിയുള്ള വ്യക്തികളാക്കി മാറ്റുന്നുണ്ട്. വ്യത്യസ്തമായ ആംഗിളുകളിലൂടെ ജീവിതത്തെ നോക്കിക്കാണാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വ്യത്യസ്തമായ ജീവിത വീക്ഷണ കോണുകൾ നമ്മളിൽ രൂപപ്പെടുന്നുണ്ട്. അതിനൊക്കെ തീർച്ചയായിട്ടും വായനാശീലം വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നത് മറന്നു പോകണ്ട. മറ്റൊന്നിനും നൽകാൻ കഴിയുന്നില്ല എന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല. അങ്ങനെയൊന്നുമല്ല, എല്ലാത്തിനും സാധിക്കും. പക്ഷേ വായനയ്ക്ക് മറ്റുള്ളതിനേക്കാൾ കൂടുതലേറെ സ്വാധീനം ചെലുത്താൻ പറ്റും എന്നാണ് ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് മറ്റേത് വിവര സാങ്കേതിക വിദ്യകൾ വളർന്ന് പന്തലിച്ചാലും പുതിയത് കടന്നു വന്നാലും വായനയെ നിങ്ങളാരും വിട്ടുകളയരുത് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ ഒരു വീഡിയോ. എല്ലാവർക്കും അതിന് കഴിയട്ടെ. വ്യത്യസ്തമായിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും നിങ്ങൾക്ക് വായിക്കാൻ കഴിയട്ടെ. പുതിയ അറിവുകളും പുതിയ കാഴ്ചപ്പാടുകളും പുതിയ നിലപാടുകളുമൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ ഉണ്ടാവട്ടെ. അത് നിങ്ങളുടെ ജീവിതത്തെ കുറെ കൂടി മനോഹരമാക്കും, കുറെ കൂടി കരുത്തുറ്റതാക്കും, കുറെ കൂടി വ്യത്യസ്തതയുള്ളതാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല.